എന്താ ആലോചിക്കുന്നത്? പഴയ ആള് തന്നെ, ഒരു മാറ്റമില്ല. ഈ വർഷം എല്ലാം മാറി. എന്ത്? നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചിന്തകൾ, ചുറ്റുമുള്ള തോക്കുധാരികൾ എല്ലാം മാറി. നിങ്ങളുടെ പ്രേമത്തിന്റെ ആസ്വാദനം കൂടി മാറി. പഴയ കവിയില്ല. ഞാനൊരു ചെറിയ ഗ്രാമത്തിലെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചവൻ. എന്നാ ഇന്ന് ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി. ഞാൻ ഫിലോസഫി പഠിച്ചിട്ടില്ല, ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയില്ല, എക്കണോമിക്സും വശമില്ല. എന്നാ ഞാൻ എനിക്ക് മുമ്പുള്ള എല്ലാ മന്ത്രിമാരെക്കാളും ഉയരത്തിലെത്താൻ പോവാ. തിരിഞ്ഞേ. എനിക്ക് താഴെയുള്ള വലിയ വലിയ IAS-കാരോട് ചോദിച്ചു നോക്ക് ഈ മുഖ്യമന്ത്രിയെ പറ്റി. പിന്നെന്താ മനസ്സിന് ഇത്ര വിഷമം? വിഷമം വിഷമം നീ കണ്ടുപിടിക്കത്തക്ക വിഷമം എനിക്കുണ്ടോ? നീ പറഞ്ഞാ ശരി. ഇതുകൊണ്ടാ പഠിച്ച പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞത്. വിഷമം എന്തിനാ കവിഞ്ചരേ? ഇങ്ങൊന്നേ. നിന്നോടൊന്നിച്ചു കഴിഞ്ഞ ഓരോ നിമിഷവും മരണക്കിടക്കയിലാണെങ്കിലും ഞാൻ മറക്കില്ല കൺമണി. നിന്നോടൊന്നിച്ചു കഴിഞ്ഞ. പഴയ കവിയനെയാ നല്ലത്. മാറരുത്. മാറില്ലല്ലോ. പുഷ്പയെ കുറിച്ച് ചോദിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. CM നിങ്ങളുടെ അടുത്ത ചങ്ങാതിയല്ലേ? CMന് അത്രയ്ക്ക് ഇഷ്ടമാണോ? തമിഴ്ലോ? എത്ര ഇഷ്ടമല്ലെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ കണ്ടുപിടിച്ചു അല്ലേ? പുഷ്പയെക്കുറിച്ചുള്ള സംസാരം നിർത്തി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കായ. നിങ്ങൾക്ക് CM ആകണമെന്ന് ആഗ്രഹമല്ലേ? നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ആശിക്കുമല്ലോ. സൂക്ഷിച്ച്. നിങ്ങൾ രണ്ടുപേരും ആത്മസുഹൃത്തുക്കളല്ലേ? ഈക്വൽ അല്ലേ? അല്ലേ? അപ്പൊ ആരേക്കാളാ വലുത്? നിനക്ക് എന്തിനാ ഈ രാഷ്ട്രീയം? എന്തുകൊണ്ട് പാടില്ല? നിന്നെ ആരാ വളർത്തി ഇങ്ങനെ വഷളാക്കിയത്? അച്ഛനുമില്ല, അമ്മയുമില്ല, അനിയനുമില്ല, ചേട്ടനുമില്ല. ഞാനിങ്ങനെ വായാടിയിട്ടും വളർന്നു, മരം ചെടിയില ഇതൊക്കെ പോലെ. കൽപ്പന, സൂക്ഷിച്ച്. പുഷ്പന്ന് വിളിക്കേ. നീ പറയുന്നേ ഞാൻ ജീപ്പിന്ന് ചാടും. നിനക്കെന്താ ഭ്രാന്താ? പുഷ്പന്ന് വിളിക്കേ, ഇല്ലെങ്കിൽ ഞാൻ ചാടുവേ. എന്നാ ശരി, ചാടിക്കോ. കൽപ്പന, കൽപ്പന, എന്താ ഇത്? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. ജീവനോടെ തന്നെയുണ്ട്. എന്താ ഇത്? ഒന്നുമില്ല. എന്തിനാ ഇത് വരച്ച്? വെറുതെ വായിച്ചേക്കാം. വേണ്ട. തേടി തേടി നടന്നത് കല്യാണ രൂപനെ ഇന്ന് കണ്ടുമുട്ടി. അസ്ഥികൾ പുത്തിടും ആദ്യാനുരാഗത്തിൻ ഹർഷോത്സവത്തിൽ ഞാൻ വൈകില്ല.
പുറപ്പെടുന്നില്ലേ? യോഗത്തിന് നേരെ 6 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞേ. ആരാ ആദ്യം പ്രസംഗിക്കുന്നത്? ശെൽവം എപ്പോഴാണ് പ്രസംഗിക്കുന്നത്? മുഖ്യമന്ത്രി മണിവണ്ണന് ശേഷം സംസാരിക്കുന്നത്. എങ്ങനെ ഒരു 1.25 മണിക്കൂറാവും? അദ്ദേഹത്തിന് പ്രസംഗത്തിന് മുമ്പ് നിങ്ങൾ വേദിയിലുണ്ടായി നന്നായിരിക്കും. ശെൽവം തുടങ്ങുമ്പോഴേക്കെ നമുക്ക് പോവാം. ശരി. മനഃപൂർവ്വം ലേറ്റ് ആക്കുന്നതല്ലേ? എന്തിനാ മനഃപൂർവ്വം ലേറ്റ് ആക്കുന്നത്? പറയണ്ട. മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ കൂടെ കൊണ്ടുപോവോ? നിങ്ങളുടെ ചങ്ങാതിയെ നേരിൽ കാണണം എനിക്ക്. അധികാരത്തിലേറിയിട്ട് 3 വർഷം. എന്നാൽ നമ്മൾ ഇന്നും വർദ്ധിച്ച ഉത്സാഹത്തിമിർപ്പിലാണ്. ഇത് നാമെല്ലാം അഭിമാനവും ആനന്ദവും കൊള്ളേണ്ട നിമിഷം. എത്രയെത്ര പദ്ധതികൾ, എല്ലാം മഹത്തായ പദ്ധതികൾ. പാവപ്പെട്ടവന്റെ കുടിലെ അവസാന പ്രജയ്ക്ക് വരെ പ്രയോജനം കിട്ടുന്ന പദ്ധതികൾ. ചുവപ്പ് നാടയ്ക്കുള്ളിൽ അടയിരിക്കാത്ത പദ്ധതികൾ. ആനന്ദം കാണാൻ വന്നിട്ടുണ്ട്. ആനന്ദനോ? അയാൾ കാത്തിരിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചോളൂ. ഇളങ്കോ, ശരി. തേനിയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ തങ്ങിയത്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച അവിടെ നിന്നാണ്. നമസ്കാരം. പെരിയകുളം ആറുമുഖം. സുഖമാണ്. അകത്തുവാ. സാറ് അറിയാം. നമസ്കാരം സാർ. നമസ്കാരം. അദ്ദേഹം എന്താ പെട്ടെന്ന്? പാർട്ടി സംബന്ധമായി എന്തെങ്കിലും? എന്തിനാ ധൃതി വയ്ക്കുന്നത്? നിങ്ങൾക്ക് അറിയില്ലല്ലേ? സമയമാകുമ്പോൾ നിങ്ങൾ അറിയാൻ പോവല്ലേ? മന്ത്രിസഭ വികസിപ്പിക്കാൻ പോവാണെന്ന് കേട്ടു. ആനന്ദനോട് ആരാ പറഞ്ഞേ? ശെൽവം, എനിക്ക് ആരോഗ്യ വകുപ്പ് തരണം. ആരോഗ്യവകുപ്പോ? വേലു സാർ എന്നോട് പറഞ്ഞിരുന്ന മന്ത്രിസഭയിൽ ചേരണമെന്ന്. എന്താ ശെൽവം, എനിക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയില്ലെന്നാണോ കരുതുന്നത്? നമ്മുടെ പാർട്ടിക്ക് മറ്റുള്ളവർ ചെയ്തതിനേക്കാൾ നീ ചെയ്ത സേവനങ്ങൾ ഒട്ടും കുറവല്ല. ആദ്യം മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ നിന്റെ പേര് ഞാൻ നിർദ്ദേശിച്ചതാ. എന്നാൽ പ്രവർത്തക സമിതി ആനന്ദിന് മന്ത്രിസ്ഥാനം കൊടുത്താൽ അയാൾ അഭിനയം നിർത്തണമെന്ന് അഭിപ്രായപ്പെട്ടു. ഞാൻ വാദിച്ചു നോക്കി, അവർ സമ്മതിച്ചില്ല. അപ്പോൾ ശെൽവം എനിക്ക് മന്ത്രിസ്ഥാനം തരാൻ പോകുന്നില്ല. ആനന്ദ, നീ സിനിമ വിട്ടിട്ട് വന്നാൽ നാളെ തന്നെ നീ ചോദിക്കുന്ന സ്ഥാനം നൽകാം. നാളെ തന്നെ? നീ ചോദിക്കുന്ന വകുപ്പ് നിന്റേത്. അതെ, അയാളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അയാൾ കണ്ണനോട് അസൂയ. അതെ അതെ, നിങ്ങളല്ലേ അയാളെ അധികാരത്തിൽ കയറ്റിയേ. അതിന്റെ അഹങ്കാരം ഇപ്പൊ അയാൾ കാണിക്കുന്നത്. അന്ന് പൊതുസമ്മേളനത്തിൽ വെച്ച് ആൾക്കാരെല്ലാം അണ്ണൻ്റെ അടുത്ത് ഓടിക്കൂടിയില്ലേ? അന്നേ അയാളുടെ മുഖഭാവം മാറി. എന്തൊക്കെയായാലും അയാൾ അധികാരത്തിൽ വന്നത് നിങ്ങളുടെ മുഖം കാണിച്ച് ഓട്ട് പിടിച്ചിട്ടാ. അത് അയാൾ മറക്കാൻ പാടില്ലല്ലോ. എനിക്ക് അപ്പോഴേ അറിയാം അണ്ണൻ അയാളെ ചങ്ങാതിയായിട്ട് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ അയാൾ ഒന്നും മിണ്ടാതിരിക്കും. നന്ദിയില്ലായ്മയുടെ മറ്റൊരു പേരാ തമിഴ് സെൽവൻ. വണ്ടി ഇവിടെ നിർത്ത്. ഇറങ്ങല്ലാരും. ഞങ്ങൾക്ക് 2 പേർക്ക് ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണോ നിങ്ങളുടെ ശ്രമം? ഇനി മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും ഒരു അനാവശ്യം പറഞ്ഞാൽ കക്ഷിക്കാരാണെന്ന് ഞാൻ നോക്കില്ല. പോ, നടന്നു പോ.